ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മാവിലലിയാൻ ക്ഷണിക്കുന്നു, യേശുഭവനിലേക്ക് ക്ഷണിക്കുന്നു. ഫെബ്രുവരി 19, 20, 21 തീയതികളിൽ 40 മണി ആരാധന. ഈശ്വനാഥനോടൊപ്പം 40 മണിക്കൂർ ചെലവഴിക്കുന്ന, ഒപ്പമിരിക്കുന്ന, കൂടെയിരിക്കുന്ന, കൂടെ വസിക്കുന്ന, അനുഭവം നൽകുന്ന 40 മണി ആരാധന. ദാരിദ്ര്യത്തിന്റെ നടുവിൽ കാലിത്തൊഴുത്തിൽ പിറന്ന് തച്ചിന് പണിയെടുക്കുന്ന ഒരു തച്ചന്റെ കൂലിയിൽ നിന്ന് അന്നമുണ്ട്. ദാരിദ്ര്യമെന്തെന്നറിഞ്ഞു വളർന്ന, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന 33-ാം വയസ്സിൽ കാൽവരിമലയുടെ നെറുകയിൽ ഒരു മരക്കുരിശിൽ 3 നാണികളിൽ തൂങ്ങിക്കിടന്ന് ജീവൻ ബലിയായി പിതാവിനർപ്പിച്ച ചെറുപ്പക്കാരൻ, ദൈവകുമാരൻ. പാപമെന്തെന്നറിയാഞ്ഞിട്ടും കഠിന പാപി എന്ന ചാപ്പ ചാർത്തപ്പെട്ടവൻ, ഭോജനപ്രിയനെന്നും ദൈവദൂഷകനെന്നും രാജ്യദ്രോഹിയെന്നുമൊക്കെ പരിഹാസവിളി ഏൽക്കേണ്ടി വന്നവൻ, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് സുഭിക്ഷമായി ഭക്ഷണം നൽകിയവൻ, തന്നെ സമീപിച്ച സകല രോഗികളെയും സുഖപ്പെടുത്തിയവൻ, അന്ധർക്ക് കാഴ്ച, ബധിരർക്ക് കേൾവി, ഊമർക്ക് സംസാരശക്തി, കുഷ്ഠരോഗിക്ക് ശുദ്ധി, തളർവാദക്കാരന് സൗഖ്യം, കുതിച്ചുപായാനുള്ള ഊർജം, ഇങ്ങനെ സമീപിച്ച സകലരെയും സൗഖ്യപ്പെടുത്തിയവൻ. എന്തിന്? മരിച്ചവരെ പോലും ഉയർപ്പിച്ചവൻ, പാവങ്ങളുടെ പക്ഷം ചേർന്നവൻ, പാവങ്ങൾക്ക് വേണ്ടി വാദിച്ചവൻ, സന്ധിയില്ലാത്ത സമരം ചെയ്തവൻ, വിമർശിക്കേണ്ടിടത്ത് ശക്തമായി വിമർശിച്ചവൻ, ധനികരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകില്ല എന്ന് പറഞ്ഞവൻ, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എന്റെ അടുത്ത് വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞവൻ. ഇതാ സ്വർഗം വിട്ടിറങ്ങി യേശുഭവനിലെ തിരുവൾത്താരയിൽ 40 മണിക്കൂർ നേരം നമ്മളോടൊപ്പമായിരിക്കും. തോമസ്ലീഹായുടെ മുന്നിൽ വന്നു നിന്നില്ലേ? ആണിപ്പഴുതുകളും വിലാപ്പുറവും കാണിച്ചു കൊടുത്തിട്ട് കൈവയ്ക്കുകയോ വിരലിടുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ തോമാച്ച എന്ന് പറഞ്ഞ് നിന്നുകൊടുത്ത യേശുനാഥൻ ഇന്ന് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുള്ളത് പറയാം, ചെയ്യാം. തോമസ്ലീഹ പറഞ്ഞില്ലേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. നമുക്ക് അവന്റെ അടുക്കൽ പോയിരുന്ന് അവനോട് പറയാം, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി യേശുഭവനിലിരിക്കുന്ന ഈശോയുടെ മുന്നിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാൻ, സങ്കടങ്ങൾ നിരത്തിവെക്കാൻ, വേദനകളും ദുഃഖങ്ങളും എല്ലാം അവന് കൊടുക്കാൻ, അവൻ അനുഭവിക്കാത്തതായ ഒരു സങ്കടവും ഒരു വേദനയും ഒരു ദുഃഖവും നമുക്കില്ലെന്നുള്ള തിരിച്ചറിവോടെ നമുക്ക് അവന്റെ അടുക്കൽ ഇരിക്കാം. അവൻ നമ്മെ ആശ്വസിപ്പിക്കും. ആമേൻ.